ഞാൻ ഒരു സെലിബ്രേഷൻ റൗണ്ടിലേക്ക് പോവാം. ആരാന്നറിയണ്ടേ? നമ്മുടെ നാദൃദൃത വിളിക്കട്ടെ? നാദൃദൃനെ വിളിക്ക്. Yes, so let's welcome ശ്രീഹരി. കച്ചമുറുക്ക് തപ്പുകളും തകിലുകളും പൊരുതി മുഴക്ക് കുത്തഴിയും നാളുകളെ കൊത്തിയടക്ക് പട്ടണവും ജീവിതവും കഴുകി മിനുക്ക് ചിലും ചിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം ഇറങ്ങി വാ ഒരുങ്ങി വാ മിനുങ്ങി വാ ഇന്നലെ പാട്ടിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആണ്, പെർഫോമൻസിനെ കുറിച്ച് ഒന്നും പറയുന്നുള്ള രീതിയിൽ അവൻ തകർത്തിട്ടുണ്ട്. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഗിറ്റാർ വായിക്കുന്നു, ഡാൻസ്, പാട്ട് തീർന്നിട്ടുണ്ട്. ഡാൻസ് ചോദിക്കാം ശരത് സർ. ചക്കരെ എന്തോ
ഒരു രസം ഉണ്ടായിരുന്നടാ മോനെ, മൊത്തത്തിൽ കാണുമ്പോൾ കേൾക്കുമ്പോൾ. താങ്ക് യു സാർ. ആ ഈ പെർഫോമൻസ് ഇപ്പം പാറ് പറഞ്ഞത് നമ്മൾ കടമെടുക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ പെർഫോമൻസിനൊന്നും ഒരു കുറവുമില്ല. നിന്നെ കൊണ്ടാവുന്ന വിധത്തിൽ നീ അവിടെ എവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് തകർത്തിട്ടുണ്ട് കേട്ടാ. അതൊക്കെ കൊള്ളാം. ഈ കുഞ്ഞുങ്ങളെ കാണിച്ചെന്താണ് പറഞ്ഞത്? മഞ്ഞത്തൊരുക്കി വീണ കുരുന്നുകളായിരുന്നു. എന്താണ്? ഓ വാവ്. അപ്പൊ എനിക്കുള്ളത് പ്രധാനമായിട്ടുള്ളത്, നീ ആ മേളിൽ പാടുന്നില്ലേ പുതുവർഷം? ആ അത് അങ്ങ് പുതുവർഷം കണ്ടിട്ടേ അല്ല മക്കളെ. ഇപ്പോഴും നീ ഒക്ടോബറിലോ എന്തോ ആണ്. അതെന്താണ് അങ്ങ് ഹിറ്റ് ചെയ്യാത്തത്? ആ താരേ ഇപ്പോഴും ഫ്ലാറ്റാണ്. കുറച്ചും കൂടെ കയറ്റി പിടിക്ക്, കാണണ്ടേ? കാണുന്നില്ല മക്കളെ. അപ്പൊ അത് പിന്നെ എടാ, എനിക്ക് ആ പല്ലവിയുടെ എൻഡില്ലേ, അത് എന്താണ് നീ മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊന്ന് എനിക്ക് ഒന്ന് ക്ലിയർ ആക്കി തരുമോ? കുത്തഴിയും നാളുകളെ അതെന്താണ് അതിന്റെ അവസ്ഥ? എന്താണ്? അതാണോ? ആണോ? അപ്പൊ അത് കൃത്യമായിട്ട് പാട്. കുത്തഴിയും നാളുകളെ കൊത്തിയടക്ക്, പട്ടണവും ജീവിതവും കഴുകി മിനുക്ക്. ആണോ? കഴുകി മിനുക്ക്, കഴുകി മിനുക്ക്. ആ സ്വരങ്ങളാ കഴുകി മിനുക്കേണ്ടത്, അപ്പോഴല്ലേ അതൊക്കെ കേൾക്കത്തുള്ളൂ. അപ്പം പിന്നെ ഇപ്പം ആ സംശയം തീർന്നു മക്കളെ. പിന്നെ ഇതായിരുന്നു പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സിലും അതെന്താണ്? സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരു തീരത്തു പറന്നിറങ്ങാം, പറക്കുമീ ലോകത്തെ വിലക്കെടുക്കാം. ഇറങ്ങി വാ ഒരുങ്ങി വാ. എന്തോന്നടേ ഇറങ്ങി നേരെ വാ. ഇറങ്ങി വാ ഒരുങ്ങി വാ മിനുങ്ങി വാ, ഇന്നല്ലേ അത്രേ ഉള്ളത് കഴിഞ്ഞ്. പക്ഷേ മക്കളെ ഇതൊക്കെ ശ്രദ്ധിക്കണം, അതിനാണ് പറയുന്നത് കേട്ടോ. നിന്റെ പെർഫോമൻസ് ഇടിപെട്ടായിരുന്നടാ. ചാടി തുള്ളി ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പാട്ടും നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് മോക്കട്ട്. ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ കുറേയും കൂടെ ബ്യൂട്ടിഫുൾ. ഞങ്ങളങ്ങോട്ട് എണീറ്റ് എന്ന് കൈതട്ടു, അതേ ഉള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് നാദർ തിരുത്തൻ. താങ്ക് യു സാർ. ശ്രീഹരി എന്തോ നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സാർ. എന്താ പറയുക, ഇത് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് സോങ് ആണ്. അപ്പം പെർഫോം ചെയ്തേ പറ്റൂ. നമുക്കിങ്ങനെ ഒരു മൈക്ക് സ്റ്റാൻഡ് വെച്ചതുപോലെ അവിടെ നിന്നിട്ട് പാടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വേണ്ട മൂവ്മെന്റ്സ് കാര്യങ്ങൾ ഒക്കെ ശ്രീഹരിനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ കുറച്ചൊന്ന് വൈകുന്നുണ്ടെന്നുള്ളത് മാത്രം. ഗിറ്റാറിന്റെ ലീഡൊക്കെ വന്ന് അത് തീരാറായപ്പോൾ ഓ ഗിറ്റാർ എന്ന് പറഞ്ഞ് നേരെ അവിടെ പോയി, അവിടെ എത്തി ഇങ്ങനെ ആക്കിയതും ആ ഗിറ്റാർ ലീഡ് തീരുകയും ചെയ്തു. അവൻ എന്നിട്ട് തിരിച്ചു പോയി. എന്നിട്ട് പാട്ട് കഴിഞ്ഞു, അവനെ മനസ്സിലാവുന്നില്ല അവൻ പാട്ട് കഴിഞ്ഞോ ഇല്ലയോ. അവൻ അപ്പോഴും ഡാൻസ് ചെയ്തോണ്ടിരിക്കുക. ഒന്നോ അല്ല, അൾട്ടിമേറ്റ്ലി സിംഗിങ് ആണ് നമ്മൾ നോക്കണേ. പെർഫോമൻസ് അതിന്റെ ഒരു ആഡഡ് ബെനിഫിറ്റ് മാത്രമാണ്. നമ്മളിപ്പം 10 ഭൂരിഭാഗം മാർക്കും നമ്മൾ സിംഗിങ്ങിനാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. പെർഫോമൻസും കൂടെ അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു 0.5 അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്കും കൂടെ എൻ്റെ കൂടെ തരും. സിംഗിങ് ആണ് ഈ പറയുന്ന പോലെ 8 9 മാർക്കിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്. പിന്നെ മോനെ ശ്രീഹരി, നിന്റെ മൈക്ക് പ്ലേസ്മെന്റ് നീ ശ്രദ്ധിക്കണം കേട്ടോ. നീ ഇത് മറ്റേ ഈ വാസ്കോഡ ഗാമയും പിന്നെ അതുപോലെ പുതുവർഷം കാണാനൊക്കെ പാടുമ്പോഴും മൈക്ക് ഇവിടെയാണ് നീ നിൽക്കണേ, ഇങ്ങനെയാണ് നീ പാടണേ. കുറച്ച് ഈ ഹൈസ് വരുമ്പോഴും നീ കുറച്ചൊന്ന് അകത്തി വെക്കുക കേട്ടോ. ഒന്ന് ഒരു കുറച്ച് അങ്ങനെ ആക്കുക കേട്ടോ. അത് മനസ്സിൽ വെക്കണേ. കാരണം എല്ലാം ചില ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ ചേരുന്ന ചാരയൊക്കെ വന്നപ്പോഴേക്കും ഞാനങ്ങ് ചാരി ഇരുന്നു പോയി. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഡാൻസേഴ്സ് മൊത്തത്തിൽ കളറായിരുന്നു കേട്ടോ. നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ശ്രീഹരി, ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. ഹരിചേട്ടാ. ശ്രീഹരി എന്തോ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സാർ. നല്ല കോസ്റ്റ്യൂം, നല്ല രസമായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ റൗണ്ടിന് പറ്റിയ ഒരു ഗെറ്റപ്പിലാണ് ശ്രീഹരി വന്നത്. അതിന് തന്നെ ആദ്യം താങ്ക് യു സാർ. പിന്നെ ശ്രീഹരി എന്താ പറയുക, സ്റ്റേജ് ഒക്കെ നല്ല ഒരു പോസിറ്റീവായിട്ട് യൂസ് ചെയ്തു. ഗേൾസ് വന്നപ്പോ അവന് നാണമായി. അതെ, ഗേൾസ് വന്നപ്പോൾ കുറച്ച് നാണമായി. പക്ഷെ അവനെനിക്ക് ഇഷ്ടമായ ഗിറ്റാർ എല്ലാം യൂസ് ചെയ്യാൻ ശ്രമം നടത്തിയതൊക്കെ നല്ല രസമുണ്ടായിരുന്നടാ. പിന്നെ കോറസ് രസമായിരുന്നു. അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇന്ന് നിന്റെ ഒരു പെർഫോമൻസിന്റെ ഒരു മികവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പോയിന്റ് എക്സ്ട്രാ ഇടും. താങ്ക് യു സാർ. ഷുവർ.
ഷാനിക്ക 8.5. താങ്ക് യു സാർ. ഇതെന്താ കോറസോ? അതാ ഇരു മെയ് ഒരു മനസ്സ്. എന്നും അങ്ങനെ ആവട്ടെ. അതെ. ഓക്കെ ചേട്ടാ. ഓക്കെ, എന്തായാലും ഇന്നത്തെ പെർഫോമൻസിന് ഞാൻ എത്ര വേണം? ഒരു 9 ഒക്കെ ചോദിച്ചു. എന്നാ പിന്നെ ഒരു 9 ഇരിക്കട്ടെ. താങ്ക് യു സാർ. 17.5 മാർക്സ്. സൂപ്പർ ഡാ. Ni pa maga sa